ഹായ് 100 days ജർമ്മനി വിസ ക്വസ്റ്റ്യൻ ചാലഞ്ചിന്റെ 18ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഹൗസ് ബിൽഡിംഗ് വിസ റിജക്ഷൻ റിലേറ്റഡ് ഡൗട്ട് ചോദിക്കാനായിരുന്നു. അബൌട്ട് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് നോക്കാം. ജർമ്മൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് പറയുന്നത് പ്രൂഫ് ഓഫ് നോളജ് ഓഫ് ജർമ്മൻ ലാംഗ്വേജ് എന്നുള്ളത് B1 അല്ലെങ്കിൽ B2 ആണ് എംബസി പറയുന്നത്. നിങ്ങൾക്ക് ഫുൾ മൊഡ്യൂൾസ് B1 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ ഉണ്ടായിരിക്കണം. ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഗോയിത്തെ, ടെൽക്ക്, OSD, ECL ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഫുൾ മൊഡ്യൂൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാർഷ്യൽ മൊഡ്യൂളായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാർഷ്യൽ മൊഡ്യൂളായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് കൺഫർമേഷൻ ഓഫ് എംപ്ലോയർ ദ ലാംഗ്വേജ് സ്കിൽസ് വെർ ചെക്ക്ഡ് ആൻഡ് ഫൗണ്ട് സഫിഷ്യന്റ്. എംപ്ലോയർ സൈഡിൽ നിന്ന് നിങ്ങളുടെ ലാംഗ്വേജ് സഫിഷ്യന്റ് ആണ്, അവർ ചെക്ക് ചെയ്തു, ഓൺലൈൻ ഇന്റർവ്യൂ ചെയ്ത് ഓക്കെ ആണെന്നുള്ള ലെറ്റർ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ഷൻസ് ഒഴിവാക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമന്റിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ.